കെ മുരളീധരൻ സംഘടനാ പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമാകുന്നു. ആര്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിൽ പങ്കെടുക്കുന്നു. സാധാരണ പ്രവർത്തകരുടെ പരിപാടി ആയതിനാലാണ് പങ്കെടുക്കുന്നതെന്ന് കെ മുരളീധരൻ. സംസ്ഥാനതല പരിപാടികളിൽ നിന്ന് കുറച്ചുകാലം കൂടി വിട്ടുനിൽക്കുമെന്നും മുരളീധരൻ. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ഏത് നാട്ടുകാരനാണെന്ന് ആർക്കും അറിയില്ലേ? അതേ മലയാളിയാണെന്ന് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് നാട്ടുകാർക്കത്. ആ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ 42 ദിവസം കൊണ്ട് 16,000 വോട്ടിൻ്റെ അവിടം വരെ എത്തിയില്ലേ? 16,000 വോട്ടാണ് ശശി തരൂര് മതിയായിട്ടുള്ള വ്യത്യാസം, രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള വ്യത്യാസം. അപ്പോ 42 ദിവസം കൊണ്ട് ഇത്രയും ഓടിയെത്തിയെങ്കിൽ അതേ നേരത്തെ വന്നിരുന്നെങ്കിൽ അവസ്ഥ എന്താവുകയായിരുന്നു? ഇതൊക്കെ നമ്മൾ പഠിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ വേറെ ഒരു സൂത്രവും ഇല്ല. എന്താ പരിഹാരം? താഴെ തട്ട് മുതൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തും. അത് വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾ യോഗം കൂടുകയാണ്, പാർട്ടിയെ ശക്തിപ്പെടുത്തും. ഞാനും പറയും, നിങ്ങളും പറയും, പാർട്ടിയെ ശക്തിപ്പെടുത്തണം. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഭാവിയിൽ ചെയ്യണം, ഇപ്പം ചെയ്യണം എന്നല്ല. പാർട്ടിയിലെ ഈ നോമിനേഷനുകളുടെ തർക്കം ഒഴിവാക്കണമെങ്കിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നമ്മുടെ പാർട്ടിയിൽ അനിവാര്യമാണെന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇപ്പോൾ തന്നെ നടത്തില്ല കേട്ടോ, പഞ്ചായത്ത് മെമ്പർമാർക്ക് മനസ്സിൽ പേടിയുണ്ടാവും, ഇനിയിപ്പോൾ അതും കൂടെ നടത്തി കൊള്ളാവൂ. അങ്ങനെയല്ല. ഞാൻ ഈ പല നോമിനേഷനുകളും നമ്മുടെ പാർട്ടിയിൽ നടത്തുന്നത് ആ പ്രദേശമൊക്കെ ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ. ഞാൻ എന്താ പഞ്ചായത്തിന് നമ്മൾ കൊടുക്കാൻ കാരണം? നിങ്ങളിവിടെ വാഴ കൂടിയിട്ട് സ്ഥാനാർത്ഥിയുടെ പേര് തരും, ജില്ലയിലേക്ക് അയക്കുമ്പോൾ അത് വെട്ടി നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അവതാരം ഇറങ്ങി അതുവരെ പ്രവർത്തിച്ചവരെന്ത് ചെയ്യും? റിബലായിട്ട്. അപ്പോൾ 2-3 സ്ഥാനാർത്ഥികൾ വരും, എതിരാളി ജയിക്കും. ജയിച്ചു കഴിയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും റിബൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും കൂടെ കൂട്ടിയാൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതിനൊക്കെ ഒരു തൽക്കാലം ചെയ്യേണ്ട ഒരു കാര്യം, പാർട്ടിയിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കും. അതിൻ്റെ ഒരു പ്രതിവിധിക്കാണ് സാദിഖ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സബ്ജക്ട് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിനും കൂടെ അനുഭാവമുള്ള ആളുകളെ കൊടുക്കണം. ഇപ്പം ഞാൻ വട്ടിയൂർക്കാവിലൊക്കെ ഞാനിപ്പോഴും അവിടെ വടകര MP ആയിരിക്കുമ്പോഴും അവിടെ അത്യാവശ്യം മരണ വീടുകളിലൊക്കെ ഞാൻ പോകാറുണ്ട്. MLA ആയിരിക്കുമ്പോൾ എല്ലാ വീട്ടിലും പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. ഇപ്പോൾ കുടുംബനാഥ ഏതാനും ദിവസം അല്ല കുറേ മാസം മുമ്പ് മരിച്ചിരുന്നു. ഇപ്പോൾ കുടുംബനാഥനും മരിച്ചു. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ പാർട്ടി സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ നമുക്കാരും കൂട്ടിയാലും മക്കളൊക്കെ BJP. അതായത് ആദ്യം അമ്മ മരിച്ചു, അപ്പോൾ നമ്മുടെ ഒരു വോട്ട് കൂടി. പിതാവ് മരിച്ചു, ഉള്ള വോട്ടും കൂടെ. പിന്നെ അവിടെ നമുക്ക് ആരുമില്ല. അങ്ങനെ നമുക്ക് വോട്ട് ചെയ്ത കുടുംബത്തിന് എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് ആകർഷിക്കുക? കേന്ദ്രമില്ല, സംസ്ഥാനമില്ല, വാഗ്ദാനം കൊടുക്കാനൊന്നുമില്ല. ഇതാണ് പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്കാവത്തുള്ളപ്പോൾ ഞങ്ങൾ സഹായിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ അറിയാം, ഇലക്ഷന് മാത്രം വർക്ക് ചെയ്താൽ പോരാ. ആപത്ത് കാലത്ത് ആര് സഹായിക്കുന്നുവോ അവരോടൊപ്പം ജനമുണ്ട്. എന്താണ് നമുക്ക് കോവിഡ് കാലത്ത് പറ്റിയെന്ന്? നമ്മുടെ തലത്തിലൊക്കെ സഹായിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ലോക്കലായിട്ട് സഹായിച്ചു. പക്ഷേ സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത് സർക്കാർ ചെലവിൽ സഹായിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ? അത് സർക്കാർ സഹായിച്ചു എന്നല്ല പറയാം, വിജയേട്ടൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. ഈ കിറ്റൊക്കെ ആയിട്ട് വന്ന വിദ്വാന്മാരെന്താ പറഞ്ഞ വീടുകളിൽ വന്നിട്ട് ഇത് വിജയേട്ടൻ തന്നതാണ്. അല്ലാതെ കേരള ഗവൺമെന്റിന്റെ വകയാന്ന് പറഞ്ഞാൽ ജനം പറയുക അതുവരെ ഗവൺമെന്റ് സഹായിക്കേണ്ട ജോലിയല്ലേ ഗവൺമെന്റിനും. അതല്ല, ഗവൺമെന്റിന്റെ കയ്യിലും കാശില്ല, ഇത് വിജയേട്ടൻ പ്രത്യേകിച്ച് ഏർപ്പാട്. അതിൽ കുറേയൊക്കെ ജനങ്ങൾ വാങ്ങിപ്പോയി. അതാണ് നമ്മൾ തോറ്റുപോയത്. അതുകൊണ്ട് ഈ ബൂത്തിൽ എവിടെയൊക്കെ നമ്മൾ പുറകിൽ പോയോ അവിടെയൊക്കെ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും വോട്ടർ പട്ടിക നന്നായി പരിശോധിച്ച് വിട്ടുപോയിട്ടുള്ളവരെ ചേർക്കാനും മുൻകൈ എടുക്കുക. അതെങ്ങനെയാണ് ചേർക്കേണ്ട? എങ്ങനെയാണ്? നല്ല കറകളഞ്ഞ മാർക്സിസ്റ്റുകാരെയും കറകളഞ്ഞ BJPക്കാരെയും നമ്മൾ ചേർത്തൊരു കാര്യമില്ല.
ഒന്ന് ഇളകി നിൽക്കുന്ന ആളാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ, നാളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ആ അത് ശരി ആയിക്കോട്ടെ. അങ്ങനെയാണ് ശരിക്കും കണക്കുണ്ടാക്കുക. ഞാൻ അത് തൃശ്ശൂര് എനിക്കുണ്ടായ ഒരനുഭവം, 56,000 വോട്ട് BJP-ക്കാരും ചേർക്കുകയാണ് അവിടെ. ദേവസായിട്ട് നമ്മൾ ആരും പറഞ്ഞു അത് ഇലക്ഷനിൽ തോൽക്കുമ്പോൾ കാല് വാരിയിട്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് പരാജയം ഉണ്ടായി എന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 56,000 വോട്ട് BJP-ക്കാരും ചേർന്നു. ആ 56,000 വോട്ടർമാരെ അവർ കൊണ്ട് വോട്ടിപ്പിച്ചു. പിന്നെ സാമുദായികമായിട്ട് അവിടെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യം, മറ്റ് പല നിയോജകമണ്ഡലങ്ങളിലും നമുക്ക് വോട്ട് ചെയ്തവർ അവിടെ മാത്രം ചില പ്രത്യേക കാഴ്ചപ്പാട് സ്വീകരിക്കും. അവരൊക്കെയാണ് ഇന്നലെ നരേന്ദ്രമോദിയോട് പോയിട്ട് പറഞ്ഞ മണിപ്പൂരിൽ സഹായിക്കണം രക്ഷിക്കണം എന്നൊക്കെ. അദ്ദേഹം അല്ല ആൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞൊക്കെ പണ്ട് കാമരാജ് പറഞ്ഞാലേ പാക്കലാം എന്ന് പറഞ്ഞിട്ട് പോകും, അല്ല അവിടെ പോകാനും പോകുന്നില്ല. അപ്പൊ മണിപ്പൂരിലുണ്ടായ സംഭവത്തിൽ മണിപ്പൂരിലെ ജനത കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ആകെ 5 സീറ്റാണ് മണിപ്പൂരിൽ കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ ഇത്തവണ 2 ലോക്സഭയിൽ 2ഉം കോൺഗ്രസ് ജയിച്ചു. മോഡി ഹോമം നടത്തിയ അയോധ്യയിൽ കോൺഗ്രസ് പിന്തുണയുള്ള സമാജ്വാദി പാർട്ടി ജയിച്ചു. ആ സമയത്താണ് നമ്മുടെ ജനർക്ക് ഇവിടെ നേരം വെളുക്കാതെ അവർക്ക് മണിപ്പൂരിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്കിവിടെ മെട്രോ ട്രെയിൻ മതി എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ വോട്ട് ബുദ്ധിമുട്ട്. ആര്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് കെ മുരളീധരൻ. സാധാരണ പ്രവർത്തകരുടെ പരിപാടി ആയതിനാലാണ് പങ്കെടുക്കുന്നത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. സംസ്ഥാനതല പരിപാടികളിൽ നിന്ന് കുറച്ചുകാലം കൂടി വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് സാധാരണക്കാരുടെ ഇലക്ഷനാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ രാപ്പകൽ പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകർക്കുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത്. അതിന് ഞാൻ സജീവമായിട്ട് അതിൻ്റെ ഏത് ഭാഗത്തും ഞാനുണ്ടാവും. അത് ഞാൻ കുറച്ച് കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്ന, കാരണം ഈ താഴെ തട്ടുള്ള പരിപാടിയിലൊന്നും കൂടെ സജീവമാവാലോ. സാധാരണ പ്രവർത്തകരോടൊപ്പം കുറച്ച് കാലം കൂടെ ഒന്ന് ചിലവഴിക്കാൻ വെച്ചിട്ടാണ്. നേതൃത്വം ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.